ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എന്നാൽ ഒരു അടിപൊളി പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പുറമെ നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിതാക്കുന്ന ഒരു കപ്പ് റവ അവിടെ എടുത്ത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ച് മധുരം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതാ ഞാനിതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതാ കറുത്ത ഉള്ളുണ്ടല്ലോ, കരിഞ്ജീരകം, അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതാ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചെറിയ കുപ്പിയിലുള്ളത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ഭാഗം മാത്രം കേട്ടോ. അതായത് ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളെ മാവ്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ഞാനൊരു ഉച്ചക്ക് വെച്ചിട്ട് വൈകുന്നേരം ഒരു 4 മണി 5 മണിയായപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്, പുളിച്ച് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള പഴം നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അത്യാവശ്യം പഴുത്ത പഴമാണ് എടുത്തത്. ഒരു 1.5 കിലോ പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നല്ല നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതാക്കുന്നില്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പഴം 2 എണ്ണം ആക്കുകയാണ് ഞാൻ. 3 എണ്ണം ആക്കിയുമ്പോൾ ഒന്നായിട്ട് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പഴം 2 എണ്ണം ആക്കി കേട്ടോ. അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടത്. അപ്പോൾ നല്ലൊരു അടിപൊളി പഴംപൊരിയാണ് കേട്ടോ ഇത്. എന്താ വെച്ചാൽ പുറമെ നല്ല ക്രിസ്പി ഉള്ളു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി, ഒരു ദിവസം മുഴുവൻ വെച്ചാലും നല്ല അടിപൊളി സോഫ്റ്റിൽ നിൽക്കുന്ന ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പം ഇതാക്കുന്ന ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാവിലിട്ടത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം ഇതുവരെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവർക്കുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതുപോലെ തന്നെ നോക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയ. അപ്പോൾ ദാ ഞാനിത് മാവിലിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് സമയമായി വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് തീ കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞിട്ടില്ല, എന്നാലും അതിനെക്കൊണ്ട് കളർ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ തീ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പഴംപൊരിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പഴംപൊരിയാണ്. മുകൾ ഭാഗം വെന്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, 2 ഭാഗവും നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പഴംപൊരി ഇഷ്ടമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ കടിന് കൂടെ ആയാലും ഇപ്പോൾ നോമ്പൊക്കെയല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഞാനിതാ കോരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ചൂട് കട്ടനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.